Hi all. Next topic is role of lexical analyzer. Previous topic different phases of a compiler പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് ഫേസ് ആണ് ലെക്സിക്കൽ അനലൈസർ. അതിൻ്റെ ഇൻപുട്ടായിട്ട് സോഴ്സ് പ്രോഗ്രാമാണ് വരുന്നത്. ഔട്ട്പുട്ടായിട്ട് ജനറേറ്റ് ചെയ്യുന്നത് സീക്വൻസ് ഓഫ് ടോക്കൺസ് ആണ്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലെക്സിക്കൽ അനലൈസറിൻ്റെ ഇൻപുട്ട് സോഴ്സ് പ്രോഗ്രാം, ദെൻ ഔട്ട്പുട്ട് ഓഫ് ദി ലെക്സിക്കൽ അനലൈസർ ഈസ് സീക്വൻസ് ഓഫ് ടോക്കൺസ്. അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? സോഴ്സ് പ്രോഗ്രാമിനകത്തെ ഓരോ വേർഡും ഓരോ ക്യാരക്ടേഴ്സും റീഡ് ചെയ്യുന്നു. ദെൻ ക്യാരക്ടേഴ്സിനെ ഗ്രൂപ്പ് ചെയ്തൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വേർഡാക്കി മാറ്റുന്നു. ദെൻ ചെക്ക് ചെയ്യുന്നു ആ വേർഡ് വാലിഡ് ആണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ലെക്സീംസ് എന്ന് പറയുന്നത്. ദെൻ ആ ലെക്സീംസിൽ നിന്നും ടോക്കൺസ് ജനറേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ പ്രീവിയസ് വീഡിയോയിൽ ഫേസസ് ഓഫ് കമ്പൈലറിൽ പറയുന്നുണ്ട്. ദെൻ ലെക്സീംസിൽ നിന്നും ടോക്കൺസ് ജനറേറ്റ് ചെയ്യുന്നു. ആ ടോക്കൺസ് ആണ് ഔട്ട്പുട്ട് ഓഫ് ദി ലെക്സിക്കൽ അനലൈസർ. ദിസ് ഫേസ് ഈസ് ഓൾസോ നോൺ ആസ് സ്കാനർ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻ്ററാക്ഷൻ ഓഫ് ലെക്സിക്കൽ അനലൈസർ വിത്ത് പാഴ്സർ ആൻഡ് സിമ്പിൾ ടേബിൾ. ലെക്സിക്കൽ അനലൈസർ കണക്റ്റഡ് വിത്ത് പാഴ്സർ ആണ്. അതായത് ഔട്ട്പുട്ട് ഓഫ് ദി ലെക്സിക്കൽ അനലൈസർ ഈസ് പാസ്ഡ് ടു ദി സെക്കൻഡ് ഫേസ് ഓഫ് ദി കമ്പൈലർ ഡിസൈൻ. സെക്കൻഡ് ഫേസ് കമ്പൈലറിൻ്റെ സെക്കൻഡ് ഫേസ് ഈസ് പാഴ്സിങ് അല്ലെങ്കിൽ സിൻടാക്സ് അനാലിസിസ് ആണ്. അപ്പോൾ സിൻടാക്സ് അനാലിസിസിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ്. ദെൻ സിമ്പിൾ ടേബിളുമായിട്ടുള്ള ബന്ധം, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്തു, അത് ഐഡൻറ്റിഫയർ ആണെങ്കിൽ ഇറ്റ് ഈസ് മൂവ്ഡ് ഇൻ ടു ദി സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിളിലേക്ക് ഇത് മൂവ് ചെയ്യുന്നു. അതെങ്ങനെയാണ്, ഏത് ഫോർമാറ്റിലാണ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫേസസ് ഓഫ് കമ്പൈലറിൽ പറയുന്നുണ്ട്. ദെൻ നമ്മൾ കണക്ഷൻ പറയുവാണ് എങ്ങനെയാണ് ലെക്സിക്കൽ അനലൈസർ പാഴ്സറുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതെന്ന്. ഈ ഫിഗർ യൂസ് ചെയ്തിട്ടാണ് ഈ കണക്ഷൻ നമ്മൾ പറയുന്നത്. ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ലെക്സിക്കൽ അനലൈസർ ആൻഡ് പാഴ്സർ. ലെക്സിക്കൽ അനലൈസറിൻ്റെ ഇൻപുട്ട് ഓഫ് ദി ലെക്സിക്കൽ അനലൈസർ ഈസ് സോഴ്സ് പ്രോഗ്രാം. ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് ടോക്കൺസ് ദാറ്റ് ഈസ് മൂവ് ടു ദി പാഴ്സർ ഫോർ ക്രിയേറ്റിംഗ് എ പാഴ്സ് ട്രീ. പാഴ്സറിൻ്റെ ഉദ്ദേശം പാഴ്സ് ട്രീ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പാഴ്സറാണ് ഇവിടെ വർക്കിംഗ് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പാഴ്സർ ഫസ്റ്റ് ജനറേറ്റ് എ ഗെറ്റ് നെക്സ്റ്റ് ടോക്കൺ കമാൻഡ്. ഗെറ്റ് നെക്സ്റ്റ് ടോക്കൺ എന്നുള്ളൊരു കമാൻഡ് പാഴ്സർ ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യും. അതനുസരിച്ചിട്ടാണ് ലെക്സിക്കൽ അനലൈസർ സോഴ്സ് പ്രോഗ്രാമിൽ നിന്നും നെക്സ്റ്റ് ക്യാരക്ടർ റീഡ് ചെയ്തെടുക്കുന്നത്. ദെൻ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തെടുത്തു. നെക്സ്റ്റ് അത് ചെക്ക് ചെയ്യുന്നു, അതൊരു ടോക്കണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ടോക്കണാണ് പാഴ്സറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് പാഴ്സറാണ്. പാഴ്സർ ഗെറ്റ് നെക്സ്റ്റ് ടോക്കൺ എന്നുള്ളൊരു കമാൻഡ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ലെക്സിക്കൽ അനലൈസർ റീഡ് ക്യാരക്ടേഴ്സ് ഫ്രം ദി സോഴ്സ് പ്രോഗ്രാം ആൻഡ് ജനറേറ്റ് എ ടോക്കൺ. ഇനി ലെക്സിക്കൽ അനലൈസർ പാഴ്സറായിട്ടും സിമ്പിൾ ടേബിളുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സിമ്പിൾ ടേബിൾ ലെക്സിക്കൽ അനലൈസറും പാഴ്സറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ടേബിളിൻ്റെ ഉദ്ദേശം ഐഡൻറ്റിഫയേഴ്സ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്യുക. അതെങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് നമ്മൾ പ്രീവിയസ് ഫേസസ് ഓഫ് കമ്പൈലറിൽ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് എ ലെക്സിക്കൽ അനലൈസർ. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ജനറേറ്റിംഗ് ടോക്കൺസ്. അതെന്താണെന്ന് പറഞ്ഞു. സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡായിട്ട് മാറ്റുന്നു. ആ വേർഡിനെ പറയുന്ന പേരാണ് ലെക്സീംസ്. ആ ലെക്സീംസിൽ നിന്നാണ് ടോക്കൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടോക്കണിനൊരു സിൻടാക്സ് ഉണ്ട്, ഫോർമാറ്റ് ഉണ്ട്. ടോക്കൺ നെയിം, ആട്രിബ്യൂട്ട്, വാല്യൂ, അത് ആംഗിൾ ബ്രാക്കറ്റിൽ എഴുതുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ സ്ട്രിപ്പിംഗ് ഔട്ട് കമൻസ് ആൻഡ് വൈറ്റ് സ്പേസസ്. ബ്ലാങ്ക്, ന്യൂ ലൈൻ, ടാബ് അങ്ങനെയുള്ള സ്പേസസ് എല്ലാം ഒഴിവാക്കും, കമൻസും കളയും. നെക്സ്റ്റ് വൺ ഈസ് കോറിലേറ്റിംഗ് എറർ മെസ്സേജസ് ജനറേറ്റഡ് ബൈ ദി കമ്പൈലർ വിത്ത് ദ സോഴ്സ് പ്രോഗ്രാം. അതായത് ഇതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ട് എങ്കിൽ ആ എറേഴ്സും കൂടെ ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് ലെക്സിക്കൽ അനലൈസർ. നെക്സ്റ്റ് സബ് ഹെഡിങ് ലെക്സിക്കൽ അനാലിസിസ് ഡിസൈൻ ഇഷ്യൂ. ദാറ്റ് മീൻസ് റീസൺസ് വൈ ലെക്സിക്കൽ അനലൈസർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സിൻടാക്സ് അനാലിസിസ്. ദർ ആർ മെയിൻലി 3 design issues. First one is simplicity of design, second is efficiency, and third one is portability. ഇതുകൊണ്ടാണ് ലെക്സിക്കൽ അനലൈസറിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഈ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സിംപ്ലിസിറ്റി ഓഫ് ഡിസൈൻ.
സെക്കൻഡ് എഫിഷ്യൻസി. പിന്നെ അത് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണ്. പിന്നെ അത് എക്സ്ട്രാ ഒരു ബഫറിംഗ് ടെക്നിക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബഫറിംഗ് ടെക്നിക്കിൻ്റെ ഉദ്ദേശം ടു സ്പീഡ് അപ്പ് ദി കമ്പൈലേഷൻ പ്രോസസ്സാണ്. നെക്സ്റ്റ് പോർട്ടബിലിറ്റി. കമ്പൈലർ പോർട്ടബിലിറ്റി ഈസ് എൻഹാൻസ്ഡ്. Input device specific peculiarities can be restricted to the lexical analyzer. Next, എന്താണ് ടോക്കൺസ്, പാറ്റേൺസ് ആൻഡ് ലെക്സീംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടോക്കൺസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സോഴ്സ് പ്രോഗ്രാമിൽ നിന്നും ക്യാരക്ടേഴ്സ് ഗ്രൂപ്പ് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആക്കി മാറ്റുന്നു. അതാണ് ലെക്സീം. ആ ലെക്സീമിൽ നിന്നും എടുക്കുന്നതാണ്, കൺവേർട്ട് ചെയ്തെടുക്കുന്നതാണ് ടോക്കൺസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇഫ് ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്, അതിൻ്റെ ലെക്സീമും ഇഫ് തന്നെയാണ്. നെക്സ്റ്റ് ടോക്കൺ എൽസ്, അതിൻ്റെ ലെക്സീം എൽസ് തന്നെ. നെക്സ്റ്റ് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്നുള്ള ലെക്സീംസ് ആണ്. അതിൻ്റെ ടോക്കൺ എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. അടുത്തത് പൈ, സ്കോർ, D2 എന്നൊക്കെയുള്ള ലെക്സീംസ്, അതായത് വേർഡ്സുകൾ വന്നു, വേരിയബിൾസ് വന്നു, അത് ID ആണ് അതിൻ്റെ ടോക്കൺ. ദെൻ അടുത്ത നമ്പേഴ്സ് വന്നു, ദെൻ നമ്പറാണ് അതിൻ്റെ ടോക്കൺ. നെക്സ്റ്റ് ഒരു സ്ട്രിങ് വന്നു, ഹായ് എന്നുള്ളൊരു സ്ട്രിങ് കാണിച്ചേക്കുന്നു. അപ്പോൾ അതിനകത്ത് ലിറ്ററിലാണ് അതിൻ്റെ ടോക്കൺ. അപ്പോൾ ഇതാണ് ടോക്കണും ലെക്സീമും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ഒരു സബ് ടോപ്പിക്കാണ് പാറ്റേൺ. പാറ്റേൺ ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫോം ദാറ്റ് ദ ലെക്സീംസ് ഓഫ് എ ടോക്കൺ മേ ടേക്ക്. ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഫോം, എങ്ങനെയാണ് ലെക്സീം, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് പാറ്റേൺ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാറ്റേൺ ക്യാരക്ടേഴ്സ് I, ഇഫ്, എഫ്. അടുത്ത് എൽസ്, എൽസിൻ്റെ ക്യാരക്ടേഴ്സ് E, L, S, E. ദെൻ നെക്സ്റ്റ് റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ പാറ്റേൺ ആണ് കാണിച്ചേക്കുന്നത്. ലെസ് ദാൻ വരാം, ഓർ ഗ്രേറ്റർ ദാൻ, ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഓർ ഡബിൾ ഈക്വൽ ടു, ഓർ നോട്ട് ഈക്വൽ ടു. ദെൻ ഐഡിയുടെ പ്രോപ്പർട്ടി എന്താ? ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് ഇനി ന്യൂമറിക് കോൺസ്റ്റ്. അടുത്തത് നമ്പർ ഇനി ന്യൂമറിക് കോൺസ്റ്റൻറ്റ്. അങ്ങനെ ഓരോന്നിനും ഓരോ പാറ്റേൺ ഉണ്ട്. ലിറ്ററലിൽ പറയുമ്പോൾ എനിത്തിങ് ബട്ട് സറൗണ്ടഡ് ബൈ ഡബിൾ കോഡ്സ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിനാണ് ലിറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ടോക്കൺ എന്താണ്, പാറ്റേൺ എന്താണ്, ലെക്സീം എന്താണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് ഫോർ എ ടോക്കൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ടോക്കണിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഫേസസ് ഓഫ് കമ്പൈലറിൽ എങ്ങനെയാണ് ടോക്കണിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞായിരുന്നു. അതായത് ഒരു ടോക്കൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ടോക്കൺ നെയിമും ഉണ്ടായിരിക്കും, ആട്രിബ്യൂട്ട് വാല്യൂ ഉണ്ട്. അതിനെ നമ്മളൊരു ആംഗിൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ആ ടോക്കൺ നെയിം എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നമുക്ക് വേണം, പക്ഷേ ആട്രിബ്യൂട്ട് വാല്യൂ ഓപ്ഷണലാണ്. ദെൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണ്. പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. അതിനകത്ത് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ആ പൊസിഷൻ എന്നുള്ളൊരു വാല്യൂ ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്തിട്ട് അത് ലെക്സീമായിട്ട് എടുത്തു. ദെൻ ലെക്സീമിനെ ടോക്കണായിട്ട് എടുത്തു. ആ ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആംഗിൾ ബ്രാക്കറ്റിൽ ID, അതിൻ്റെ വാല്യൂ 1. ആ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് where ID is the token name and 1 is the pointer to the symbol table entry. സിമ്പിൾ ടേബിൾ എൻട്രിയിലേക്കുള്ളൊരു പോയിൻ്ററാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ് ലെക്സിക്കൽ എറേഴ്സ് എന്നാണ്. അപ്പോൾ എറേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു കമ്പൈൽ ടൈം എററും ഉണ്ട്, റൺ ടൈം എററും ഉണ്ട്. അതിൽ കമ്പൈൽ ടൈം എറർ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3: ലെക്സിക്കൽ എറർ, സിൻറ്റാക്റ്റിക് എറർ, സെമാൻറ്റിക് എറർ. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ലെക്സിക്കൽ എററാണ്. ലെക്സിക്കൽ എറർ മീൻസ് മിസ്പെല്ലിംഗ് ഓഫ് ഐഡൻറ്റിഫയർ കീവേഡ്സ് ഓർ ഓപ്പറേറ്റേഴ്സ്. എന്തിനകത്തെല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ അതിലേക്ക് എത്താതെ വരുന്നൊരവസ്ഥ. A character sequence that cannot be scanned into a valid token is a lexical error. അതായത് ഒരു സീക്വൻസ് എടുത്തു, ഒരു ലെക്സീം കണ്ടുപിടിച്ചു, ആ ലെക്സീം ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ടോക്കണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള കേസാണ് ലെക്സിക്കൽ എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇൻറ്റ് കൊടുക്കുന്നതിന് പകരം IN:T എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ സെമിക്കോളൻ വന്നപ്പോൾ അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു കീവേഡായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വന്നു. അതിനെയാണ് നമ്മൾ ലെക്സിക്കൽ എറർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഇൻറ്റ് കൊടുക്കുന്നതിന് പകരം IN:T എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ IN നോക്കും, ദെൻ സെമിക്കോളനാണ്. അപ്പോൾ IN:, എന്തെങ്കിലും ഒരു കീവേഡ് ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വന്നു. അതാണ് ലെക്സിക്കൽ എറർ എന്ന് പറയുന്നത്.
ദെൻ ആ സിറ്റുവേഷൻ പറയുകയാണ്, സപ്പോസ് എ സിറ്റുവേഷൻ എറൈസസ് ഇൻ വിച്ച് ദ ലെക്സിക്കൽ അനലൈസർ ഈസ് അൺഏബിൾ ടു പ്രൊസീഡ് because none of the patterns for the token matches any prefix of the remaining input. That means ഇപ്പോൾ നമ്മൾ ഇൻറ്റ് സെമിക്കോളൻ ടി എന്നാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഐ എൻ എടുത്തപ്പോൾ കുഴപ്പമില്ല, അതുപോലത്തെ ഒരു കീവേഡ് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഐ എൻ കഴിഞ്ഞിട്ട് സെമിക്കോളനാണ്, അപ്പോൾ നോക്കി കഴിയുമ്പോൾ മാച്ച് അല്ല. ദെൻ റിമൈനിങ് ഇൻപുട്ട്, പ്രിഫിക്സ് ഓഫ് ദി റിമൈനിങ് ഇൻപുട്ട് നോക്കുമ്പോഴും പിന്നെ സെമിക്കോളൻ ടി എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് മാച്ച് അല്ല. ആ സിറ്റുവേഷൻ വന്നാൽ ഒരു റിക്കവറി മെക്കാനിസം ഈ ലെക്സിക്കൽ അനലൈസറിൽ തന്നെ ചെയ്യുന്നു. ആ റിക്കവറി മെക്കാനിസം എന്തെന്ന് വെച്ചാൽ സക്സസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഡിലീറ്റ് ചെയ്ത് നോക്കുക. ഓരോ ഡിലീഷൻ കഴിയും തോറും ഈ പാറ്റേണുമായിട്ട് മാച്ച് ആണോ എന്ന് നോക്കും. അതായത് ഐ എൻ കഴിഞ്ഞു, പിന്നെ സെമിക്കോളനാണ്, അപ്പോൾ സെമിക്കോളൻ ഡിലീറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ പിന്നെ ഒരു സെമിക്കോളിനോട് ഉണ്ട്, പാറ്റേൺ മാച്ച് ഇല്ല. ഇതിന് ആ സെമിക്കോളിനോട് ഡിലീറ്റ് ചെയ്തു, കഴിഞ്ഞപ്പോൾ ടി ആണ്, അപ്പോൾ ഐ എൻ ടി അത് മാച്ചാണ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് സക്സസീവ് ക്യാരക്ടേഴ്സ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഈ ലെക്സിക്കൽ അനലൈസർ തന്നെ ചെയ്യും. അതാണ് എറർ റിക്കവറി എന്ന് പറയുന്നത്. ആ എറർ റിക്കവറിക്ക് പറയുന്ന പേരാണ് പാനിക് മോഡ് റിക്കവറി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പാനിക് മോഡ് റിക്കവറി. അപ്പോൾ അതിനകത്ത് അതർ പോസിബിൾ, അതാണ് പാനിക് മോഡ് റിക്കവറി. ഇനി അതർ പോസിബിൾ റിക്കവറി ആക്ഷൻസ് ആർ, ലെക്സിക്കൽ അനലൈസർ തന്നെ ചെയ്യുന്ന കുറച്ച് റിക്കവറി ആക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഡിലീറ്റ് വൺ ക്യാരക്ടർ ഫ്രം ദി റിമൈനിങ് ഇൻപുട്ട്. ഇനി വരുന്ന ഇൻപുട്ടിൽ നിന്ന് വൺ ക്യാരക്ടർ ഡിലീറ്റ് ചെയ്ത് നോക്കും, എന്നിട്ടത് കറക്റ്റ് ആണോ എന്ന് നോക്കും. നെക്സ്റ്റ് ഇൻസേർട്ട് എ മിസ്സിംഗ് ക്യാരക്ടർ ഇൻ ടു ദി റിമൈനിങ് ഇൻപുട്ട്. റിമൈനിങ് ഇൻപുട്ടിൽ ഒരു പ്രോബ്ലം വന്നാൽ ഒരു ക്യാരക്ടർ, മിസ്സിംഗ് ക്യാരക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്ത് നോക്കും, എന്നിട്ട് ഏതെങ്കിലും പാറ്റേണുമായിട്ട് മാച്ച് ആണോ നോക്കും. തേർഡ് വൺ ഈസ് റീപ്ലേസ് എ ക്യാരക്ടർ ബൈ അനദർ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും. നാലാമത്തെ ട്രാൻസ്പോസ് ടു അഡ്ജസ്റ്റൻറ്റ് ക്യാരക്ടേഴ്സ് ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ലെക്സിക്കൽ അനാലിസിസ് ഫേസിൽ തന്നെ ചെയ്തു നോക്കുന്നുണ്ട്. അങ്ങനെ ലെക്സിക്കൽ എറർ ഒഴിവാക്കാനും ഉള്ള റിക്കവറി മെക്കാനിസം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ലെക്സിക്കൽ എറർ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.